ഇപ്പോൾ ഫ്രീ ട്രൈ ഞാൻ ചെയ്യാണ്. ഓക്കെ ഗൈസ്, ഫ്രീ ട്രൈ എപ്പിക്ക് ഗൈസ്, എൻ്റെ മോനെ. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാഷണൽ അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പാക്ക് നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കുമ്പോൾ ലൂയിസ് ഫിഗോ, എഡ്ജഡ് ക്രോസിംഗ് പ്ലസ് മാഗ്നറ്റിക് ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കില്ല് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ജാൻ കൊള്ളർ, ബുള്ളറ്റ് ഹെഡറും പിന്നെ വിൽ പവറും. ജാൻ കൊള്ളർ എല്ലാവർക്കും അറിയാമല്ലോ, മെയിനായിട്ട് എല്ലാവരും ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ പിന്നെ അടുത്തൊരു പ്ലെയർ റോയ് മക്കായ്, മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഒരു കാർഡ്, പുതിയൊരു കാർഡ് കൊണ്ടുവന്നിട്ടുള്ള ഫിനോമിനൽ ഫിനിഷിങ്ങും പിന്നെ ബുള്ളറ്റ് ഹെഡറായിട്ടാണ് സ്കില്ല് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5000 കോയിൻ ഉണ്ട്. 5000 കോയിൻ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് വെച്ചാൽ ലൂയിസ് ഫിഗോ ആൻഡ് ജാൻ കൊള്ളർ. അറിയാമല്ലോ, ക്രോസ് ചെയ്യുക ഹെഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ഫ്രീ ട്രൈ ഉണ്ട്. ആ ഒരു ഫ്രീ ട്രൈ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രീ ട്രൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ട്രൈ ഞാൻ ചെയ്യാണ്. ഓക്കെ ഗൈസ്, ഫ്രീ ട്രൈ എപ്പിക്ക് ഗൈസ്, എൻ്റെ മോനെ. ഗൈസ്, ഫ്രീ ട്രൈ ഒന്നും ചെയ്തില്ല. ഫ്രീ ട്രൈ എപ്പിക്ക് എന്തോന്ന് ലക്കടേ. ലൂയിസ് ഫിഗോ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫ്രീ ട്രൈയിൽ എപ്പിക്ക്, വല്ലാത്തൊരവസ്ഥ ഗൈസ്. അപ്പോ ആദ്യം തുടക്കം തന്നെ നമുക്ക് ടോപ്പായിട്ടുള്ളൊരു ലക്ക് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തുനിന്ന് കണ്ടല്ലോ 149 പ്ലേയേഴ്സ് മാത്രം ഒരു സ്പിന്നില് എപ്പിക്ക് അടിച്ച്, ഒരു സ്പിന്നിൽ. അത് ടോപ്പായിട്ടുള്ള പ്ലെയർ തന്നെ, ലൂയിസ് ഫിഗോയുടെ കാർഡ് തന്നെ ഫ്രീ സ്പിന്നിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൈസ് ചേട്ടാ. ഈ ഒരു പാക്ക് ഓപ്പണിങ് അപ്പൊ നൈസ് ആയിരിക്കും. ഇനിയിപ്പോ അടുത്ത ജാൻ കോളർ, ഇനിയിപ്പോ 2.5 കിട്ടിയാലും ബ്ലാക്ക് അടിച്ചാൽ മതിയായിരുന്നു. 5000 കോയിൻ ഉണ്ട്. അപ്പൊ അതിൽ കിട്ടിയ വർത്തായിരിക്കും, പക്ക വർത്തായിരിക്കും. ഓക്കെ, ഗൈസ്, എന്തായാലും നമുക്കിവിടെ ബാക്കി സ്പിൻ ചെയ്യാം. ഇനി അവിടെ 900 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ബേസ് ആണ്. ആദ്യം തന്നെ ഫുൾ ബേസ് ആണ്. ആദ്യം ഫ്രീ ട്രയൽ കിട്ടിയോണ്ട് ഇനിയിപ്പോ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും തോന്നുന്നു. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ലെറ്റ്സ് ഗോ. വീണ്ടും എല്ലാം ബേസ് കാർഡാണ്. ഇനി ബാക്ക് പോയിട്ട് വീണ്ടും എടുക്കാം. ഗോൾ പോച്ചർ കാർഡാണ് ഗൈസ്, റോയ് മക്കായ്. ഫിനിഷിങ്ങും ബുള്ളറ്റ് ഹെഡറും. വലിയ സ്റ്റാറ്റ്സും കാര്യങ്ങളും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ടാർഗറ്റ് മാൻ, ജാൻ കോളർ പിന്നെ പറയണ്ട, ഹെഡിങ്ങും ഫിനിഷിങ് അത്യാവശ്യം കാണും. ടീം പവറും കുഴപ്പമില്ല കാണും. ഫിസിക്കൽ കോണ്ടാക്ട് എന്തായാലും 100 ഉണ്ടെന്ന് തോന്നുന്നു. 99, 100 ഒക്കെ ഉണ്ടാവും. ഗൈസ്, ബാക്കി 900 കൊടുക്കാണ്. മൂന്നാമത്തെ സ്പിൻ. ലെറ്റ്സ് ഗോ. ആദ്യം എപ്പിക്ക് തന്നുകൊണ്ട് ഇനിയിപ്പോ അവസാനം ആക്കുമെന്ന് തോന്നുന്നു കേട്ടാ കണ്ടിട്ട്. ഗൈസ്, ഇനി ബാക്കി നമ്മുടെ കയ്യിലൊരു 2348 കോയിനുണ്ട്. ഒരു 900 കൂടെ സ്പിൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ എപ്പിക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഫൈനലി ഒരു എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. ജാൻ കൊള്ളർ ആയിരുന്ന നൈസ് ആയിരിക്കും. ജാൻ കൊള്ളർ.
ഓക്കെ നൈസ്, നമ്മുടെ ടാർഗറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോ പാക്ക് ഓപ്പണിംഗ് ഇവിടെ കഴിഞ്ഞു. 3 ട്രൈയിൽ നമ്മൾ 2 പ്ലെയറെ എടുത്തിട്ടുണ്ട്. ഇല്ല 3 ട്രൈ അല്ല 4 ട്രൈയിൽ നമ്മൾ 2 പ്ലേയേഴ്സിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ജാൻ കോളർ ആൻഡ് ലൂയിസ് ഫിഗോ നമുക്ക് ഫ്രീ ട്രയൽ കിട്ടി. ജാൻ കോളർ ഇപ്പോൾ ഒരു 4ാമത്തെ ട്രയലിൽ ജാൻ കോളർ കിട്ടി. ബാക്കി 100 പ്ലേയേഴ്സ് അതിനകത്തുണ്ട്. 1400 കോയിന് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് ഓപ്പണിംഗ് വർത്ത് തന്നെയാണ് പറയാം. കാരണം തുടക്കം തന്നെ നമുക്ക് ഫ്രീ ട്രയൽ ലൂയിസ് ഫിഗോ കിട്ടിയോണ്ട് പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും വർത്തായിട്ടുള്ള പാക്ക് ഓപ്പണിംഗ് ആണ് ഗൈസ്. എന്തായാലും നമുക്ക് സ്ക്വാഡിൽ ഇട്ട് നോക്കാം. ലൂയിസ് ഫിഗോ, ലെവൽ ട്രെയിനിങ്. ഇതിപ്പോ ഞാനിവിടെ ഓട്ടോ കൊടുക്കാണ്, പിന്നെ എന്തായാലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 107 റൈറ്റ് വിങ് ഫോർവേഡ് 107. പിന്നെ മോനെ റാൻഡം ബൂസ്റ്റ് കൊടുക്കാണ്. ഫിസിക്കലി ജമ്പിങ്, ടെക്നിക്ക, കൺട്രോൾ, പാസ്. എന്തായാലും ഇതിപ്പോ ഇട്ടിരിക്കാം. 107 108 പോകും തോന്നുന്നു. എന്തായാലും നൈസ്. കുഴപ്പമില്ല. ഇതിപ്പോ ജാൻ കോളർ 105, ലൂയിസ് ഫിഗോ 107. നൈസാണ് ഗൈസ്, നൈസ് പാക്ക് ഓപ്പണിംഗ് ആയിരുന്നു ഇന്നത്തെ. ഓക്കെ, സ്റ്റാറ്റ്സ് നോക്കാം. സ്റ്റാറ്റ്സ് 100 റൈറ്റ് പൊസിഷൻ, 99 ഡ്രിബ്ലിംഗ്, 98 ബോൾ കൺട്രോൾ, 91 അറ്റാക്കിംഗ് അവയർനെസ്, 89 ലോ പാസ് ലോഫ്റ്റഡ് പാസ്, 87 ഫിനിഷിംഗ്, 84 സെറ്റ് പീസ് ടേക്കിംഗ്, 81 കേൾ, 87. എന്തായാലും എല്ലാം മാറ്റി കൊടുക്കാം നമുക്ക്. സ്പീഡ് 90, ആക്സിലേഷൻ 95, കിക്കിംഗ് പവർ 93, ബാലൻസ് 92, 85 സ്റ്റാമിന. അത്യാവശ്യം ഒരു 80 മിനിറ്റ് ഒക്കെ കളിക്കുമെന്ന് തോന്നുന്നു. ജാൻ കോളർ 97 അറ്റാക്കിംഗ് അവയർനെസ്, 96 ഫിനിഷിംഗ് ഉണ്ട്, ഹെഡിങ് 94. ഉഫ്, എന്തായാലും വീണ്ടും അത് കൂടും, ചേഞ്ച് കൊടുക്കുമ്പോൾ വീണ്ടും കൂടും. 84 സ്പീഡ്, 82 ആക്സിലേഷൻ, കിക്കിംഗ് പവർ 93, ജമ്പിങ് 84, 94 ഫിസിക്കൽ കോണ്ടാക്ട്, 86 സ്റ്റാമിന. ഗൈസപ്പോ ഇതൊക്കെയാണ് ഇവിടെ സ്റ്റാറ്റ്സ് ഒക്കെ വരുന്നത്. ഗൈസപ്പോ നമ്മളെ പാക്ക് ഓപ്പണിംഗ് പെട്ടെന്ന് കഴിഞ്ഞല്ലേ. അങ്ങനെ കിട്ടാനാണ് എല്ലാവർക്കും താല്പര്യം, പക്ഷെ അങ്ങനെ കൊടുക്കണ്ടേ വേണം. പക്ഷെ ഇത് നമുക്ക് എന്തോ നല്ല ലെക്കുണ്ട്. തുടക്കം തന്നെ നമുക്ക് ഫ്രീ ട്രയല് എപ്പിക് അടിച്ച്, അത് കഴിഞ്ഞ് 4ാമത്തെ ട്രയല് നമുക്ക് 2ാമത്തെ എപ്പിക് അടിച്ച്, അങ്ങനെ നമ്മുടെ പാക്ക് ഓപ്പണിംഗ് ഇവിടെ അവസാനിച്ചു. ഇതിപ്പോ എന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് ആണ്. ആൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലെയറെ കൂടെ കറക്കി എടുക്കട്ടെ. എന്തായാലും ഇനിയിപ്പോ 100 പ്ലെയർ അതിനകത്തുണ്ട്, 109 പ്ലെയർ അതിനകത്തുണ്ട്, പ്ലേയേഴ്സ് അതിനകത്തുണ്ട്. ഇനിയിപ്പോ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റാന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്കുള്ള ടാർഗറ്റ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ എന്തായാലും ഗൈസ്, അപ്പോ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ.
അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും